വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയ്ക്കുമേൽ തീമഴ പെയ്യുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 110 ഫലസ്തീനികളെ കൊന്നു. 2 ദിവസത്തിലധികമായി തുടരുന്ന ആക്രമണത്തിൽ 500ഓളം പേരെ കൊലപ്പെടുത്തി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇസ്രായേൽ ഗസയിലുടനീളം ആക്രമണം ആരംഭിച്ചത്. കൊല്ലപ്പെട്ടവരിൽ വിദേശ സഹായ പ്രവർത്തകരും മെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടും. ഒരു പ്രകോപനവുമില്ലാതെയാണ് വെടിനിർത്തൽ ലംഘിച്ചുള്ള കൂട്ടക്കൊല. ആക്രമണത്തിൽ 678 പേർക്ക് പരിക്കേറ്റെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കുറിപ്പിലുണ്ട്. യഥാർത്ഥ സംഖ്യ ഈ കണക്കുകളേക്കാൾ കൂടുതലാണ്. ഇടതടവില്ലാതെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ കൃത്യമായ കണക്കെടുപ്പ് സാധ്യമല്ല. സാധാരണക്കാർക്കു നേരെ മാത്രമല്ല, UN കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൊല്ലപ്പെട്ടവരിൽ വിദേശ പൗരരുമുണ്ട്. UN കേന്ദ്രമാണ് എന്നറിഞ്ഞു തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗസയെ രണ്ടായി തിരിക്കുന്ന നെറ്റ്സരീം ഇടനാഴി ഇസ്രായേൽ പിടിച്ചെടുത്തു. തങ്ങളുടെ അതിർത്തിയോട് ചേർന്നുള്ള ഗസയുടെ മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കഥ കഴിക്കാനും വംശഹത്യ പുനരാരംഭിക്കാനും ഇസ്രായേലിന് ആഴ്ചകളെ വേണ്ടിവന്നുള്ളൂ. കരാറുകൾ പാലിക്കൽ ഒരിക്കലും ഇസ്രായേൽ രീതിയായിരുന്നില്ല. പരമാവധി സാധാരണക്കാരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചൊവ്വാഴ്ച പുലർച്ചെ ഫലസ്തീനികൾ അത്താഴം കഴിക്കാൻ ഒരുമിച്ച് കൂടുന്ന സമയം കണക്കാക്കിയാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. 100 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം നടന്ന ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യം നേടി. ഗസയ്ക്കെതിരായ 15 മാസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഏറ്റവും ക്രൂര കശാപ്പുകളിലൊന്നായി ഇത് മാറി. ഇസ്രായേലി ആക്രമണങ്ങൾ ദുരന്തത്തിനു മുകളിൽ ദുരന്തം കൂട്ടിച്ചേർക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പല ലോകരാഷ്ട്രങ്ങളും ആക്രമണത്തെ അപലപിച്ചെങ്കിലും ഈ കൂട്ടക്കൊലയ്ക്ക് ആയുധം നൽകുന്ന അമേരിക്ക നിശബ്ദമാണ്. ജോ ബൈഡൻ ഭരണകൂടത്തിലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിലും വംശഹത്യയെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ നിലപാട് അപ്രതീക്ഷിതമല്ല. വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 48,577 ആയിരുന്നു. ഈ കണക്കിൽപ്പെടാത്ത അനവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ മരിച്ചു കിടക്കുന്നതിനാൽ ഫെബ്രുവരിയിൽ ഗസയിലെ ഗവൺമെൻറ് മീഡിയ ഓഫീസ് മരണസംഖ്യ ഏകദേശം 62,000 രേഖപ്പെടുത്തി. അതിനു മുകളിലാണ് ഇപ്പോൾ ആളുകളെ വീണ്ടും കൊന്നൊടുക്കുന്നത്. ഗസ മുനമ്പിൽ വീണ്ടും ക്രൂരമായ ദുരന്തം അരങ്ങേറുമ്പോൾ ഇത് അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വിസമ്മതിക്കുന്നതു തന്നെ ക്രൂരതയാണ്. ഹമാസ് ഇപ്പോഴും ഒപ്പിടുന്ന കരാറുകളിൽ ഉറച്ചു നിൽക്കുന്ന സായുധ സംഘമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട കരാർ പലതവണ ലംഘിച്ച് അച്ചടക്കമില്ലാത്ത ഭീകരരെ പോലെ പ്രവർത്തിക്കുന്നത് ഇസ്രായേലാണ്. ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിനു മുമ്പ് തന്നെ വെടിനിർത്തൽ സമയത്ത് ഇസ്രായേൽ ഗസയിൽ 150-ലധികം ഫലസ്തീനികളെ കൊന്നൊടുക്കിയിരുന്നു. കരാറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ 1-ാം ഘട്ടത്തിന് 16-ാം ദിവസം 2-ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിൽ ഇസ്രായേൽ വീഴ്ച വരുത്തി. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറണമെന്ന കരാർ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. ഫലസ്തീൻ തടവുകാരുടെ മോചനം ഒരാഴ്ചത്തേക്ക് വൈകിപ്പിച്ചു. അഴിമതി കേസുകൾ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനാണ് ഈ ആക്രമണം നടത്തുന്നത്. ചൊവ്വാഴ്ചത്തെ ബോംബാക്രമണം ഒരു പ്രധാന ബജറ്റ് വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് വരുന്നതും യാദൃശ്ചികമല്ല. തീവ്ര ഓർത്തഡോക്സ് നിയമസഭാംഗങ്ങൾ അവരുടെ സമൂഹത്തെ നിർബന്ധിത സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നിയമം പാസാക്കിയില്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മുൻ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ അന്ത്യശാസനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിലേക്ക് നയിച്ച പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന പൊതുജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആഹ്വാനം വേറെയുമുണ്ട്. അതിനിടയിൽ ഫലസ്തീനി കുഞ്ഞുങ്ങളുടെ ചോര കൊണ്ട് രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ നോക്കുകയാണ് നെതന്യാഹു. മാർച്ച് 1 ആരംഭിക്കേണ്ടിയിരുന്നതും ഇസ്രായേലി സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നതുമായ വെടിനിർത്തലിൻ്റെ 2-ാം ഘട്ടത്തെ ബഹുമാനിക്കാൻ നെതന്യാഹു ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. കരാറിനെ തകർക്കാൻ മാനുഷിക സഹായം തടഞ്ഞു. ജലവൈദ്യുതി വിതരണങ്ങൾ വിച്ഛേദിച്ചു. 2-ാം ഘട്ടം നടപ്പാക്കാൻ വൈകിപ്പിച്ചു. ചർച്ചകൾ തടസ്സപ്പെടുത്തി. മറ്റു മാർഗങ്ങളിലൂടെ യുദ്ധം നടത്തി. ഈ പ്രകോപനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഹമാസ് ഏകപക്ഷീയമായി കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ കാലാവധി നീട്ടണമെന്നും നിർബന്ധിച്ചു. മേഖലയിലെ സമാധാനം നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും 59 ഇസ്രായേലി തടവുകാർ ഹമാസിൻ്റെ കയ്യിലുണ്ട്. അവരുടെ ജീവൻ കൂടിയാണ് നെതന്യാഹു അപകടത്തിലാക്കിയിരിക്കുന്നത്. നെതന്യാഹു ഇസ്രായേലിനും ഗസയിലെ കുട്ടികൾക്കും ലോകത്തിനും ഒരുപോലെ അപകടമാണ്.
ഇസ്രായേലി ആക്രമണങ്ങളിൽ പങ്കാളിയാണെന്ന് അഭിമാനത്തോടെ സ്ഥിരീകരിക്കുന്ന വൈറ്റ് ഹൗസിന്റെ ഗസ കുടിയൊഴിപ്പിക്കൽ അസംബന്ധ പദ്ധതി ഇപ്പോൾ എവിടെയും കാണാനോ കേൾക്കാനോ ഇല്ല. എങ്കിലും ട്രംപിന്റെ ഒളിഞ്ഞിരിക്കുന്ന പദ്ധതികളെ കാണാതിരിക്കുന്നത് നിഷ്കളങ്കമായിരിക്കും. ചില മുൻ US പ്രസിഡന്റുമാരെ പോലെ ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയോടെ സാമ്രാജ്യത്വ ഇച്ഛാശക്തികളുടെ പ്രവൃത്തിയിലൂടെ പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയും നെതന്യാഹുവിൻ്റെ ഫലസ്തീനികളെ ഇല്ലാതാക്കിയുള്ള ശാശ്വത സുരക്ഷാ സിദ്ധാന്തവും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഫലസ്തീൻ. ഈ ഭ്രാന്ത് അവസാനിപ്പിക്കാനും ഇസ്രായേലിനെ നിലക്കു നിർത്താനും അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങിയേ മതിയാകൂ.